പറയാം, ഞാൻ മജീദാണ്. എൻ്റെ വീട്ടിലെ കൗതുകപ്പെട്ട ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ വീട്ടിൽ ഇത് ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ അപ്പാണിത്. ഞാൻ ഈ അപ്പം ഉണ്ടാക്കിയാണ്ട് ഞാൻ പല്ലേക്കാനും ബാത്റൂമുക്കും പോയി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. കണ്ടോ, ആയിരക്കണക്കിന് ഉറുമ്പുകളാണ്. ഈ അപ്പം ഇങ്ങനെ ഓല് കടിച്ച് എടുത്തുകാണ്ട് ഓല് നല്ല അച്ചടക്കത്തോട് കൂടി ഇത് കണ്ടില്ലേ, ഈ അപ്പത്തിൻ്റെ സൈഡ് കടിച്ചെടുത്തിക്കണ്. എന്നിട്ട് ഓല് ഇതിലെങ്ങനെ പോവുകയാണ്, കണ്ടില്ലേ. എൻ്റെ ഫോണിൻ്റെ ക്യാമറ അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ നല്ല രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയൂല. ഓല് ഇങ്ങനെ പോയിങ്ങാണ്ട് ഇതിലെങ്ങനെ പോയിങ്ങാണ്ട് ഇത് കണ്ടില്ലേ, ഈ ചുമരും കൂടി പോകാണ്ട് എങ്ങോട്ടാ ഓല് പോകണമെന്ന് അറിയില്ല. ഓലെ പിന്നെ തൊള്ളയിൽ അപ്പത്തിൻ്റെ കഷ്ടമുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ ചുമര് പറഞ്ഞാൽ 4 ഇഞ്ചിൻ്റെ പഴയ ഓളമ്പിക്സാണ്. ആ ഓളമ്പിക്സിൻ്റെ ഏതെങ്കിലും ഹോട്ടലാക്കാരൻ ഓലെ കൂട് ഓലെ താമസം ഇത് കണ്ടില്ലേ. ഞാൻ എന്നിട്ട് ഓലെ ശല്യപ്പെടുത്താൻ പോയില്ല. കാരണം ഈ അപ്പം എനിക്ക് തിന്നാൻ പറ്റൂല. അപ്പം ഞാൻ എന്താ കരുതിയത്, അവരെയും തന്നെ പടച്ചോന് സൃഷ്ടിച്ച സൃഷ്ടിയാണ്. അപ്പോൾ അവർക്കും പൈപ്പും ഉണ്ടാവും ദാഹം ഉണ്ടാവും. അപ്പോൾ അവരത് തിന്നോട്ടെ കരുതിയിട്ട് ഞാൻ അവരെ ശല്യപ്പെടുത്താൻ ഞാൻ പോയില്ല. അപ്പോൾ ഈ എറുമ്പ് വീട്ടിലുണ്ടായാൽ ചില ആൾക്കാർ പറയും അത് നല്ല നല്ല കാര്യമല്ല, ചില ആൾക്കാർ പറയും കുഴപ്പമില്ല അറിയും. അതിനെ പറ്റി എന്താണ് ഒന്ന് നിങ്ങൾ പറഞ്ഞു തരുമുണ്ടോ കേട്ടോ. ഈ അവസരത്തിൽ എനിക്കൊരു ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഒരുപാട് വീടിൻ്റെ സിമെൻറ്റ് തേപ്പ് എടുത്ത ആളാണ്. ചില പണിമേ പണിക്കൂലി കിട്ടിയേക്കണ്, ചില പണിമേ പണിക്കൂലി കിട്ടാത്ത പണികളുണ്ട്. അത് സാധാരണക്കാരുടെ പേരെ പോയി പണിയെടുക്കുമ്പോൾ പണിക്കൂലി ഒത്തിട്ടില്ലെങ്കിൽ ഒരു പണിക്കൂലി വെച്ച് തരും. ചില മുതലാളിമാരെ വീടിൻ്റെ പണി പോയി എടുത്താൽ എല്ലാ മുതലാളിമാരും ഞാൻ കുറ്റം പറയുന്നില്ല. ചില ആൾക്കാരെ വീടിൻ്റെ പണി പോയി എടുത്തിട്ട് ലാസ്റ്റിക്ക് കൂലി ഉണ്ടാവില്ല. അത് ഓൽക്കന്നെ അറിയാം. ഓലിട്ട് എന്ന് വെച്ചാൽ ഒരു പണി പൗതിയുടെ ആകുമ്പോൾ തന്നെ പിന്നെ ഒരു പറയും വെച്ചാൽ പണി കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ബാക്കിലെ പൈസ ഉണ്ടാക്കുക അറിയും. അങ്ങനെ ഒരുപാട് മുതലാളിമാരെ പണി എടുത്തിട്ട് നഷ്ടം വന്നിക്കണ്. പിന്നെ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഈ കരാർ പണി എടുത്തെടുത്ത് ഒക്കാത്തതുകൊണ്ട് മടുത്തിട്ട് ഞാൻ ലാസ്റ്റ് ഈ നാട്ടിൽ ഇവിടെ കരുവാരുണ്ട് കാളിയ ഭാഗത്തുകൂടി കൂലിപ്പണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ തിരൂരങ്ങാടിക്ക് പോയി, ഞാനും എൻ്റെ കൂട്ടുകാരനും. അവിടെ പോയിട്ട് അവിടുന്ന് 2 ദിവസത്തെ പണിക്കൂലി ഇപ്പോഴും കിട്ടാനാണ്. എന്ന് വെച്ചാൽ അവിടുന്ന് ആ വീട്ടുകാർ ഈ കരാറെടുത്ത ആൾക്ക് കൊടുത്തേക്കണ്. ഈ കരാറെടുത്ത ആളാണ് ഈ മണ്ടിച്ചണത്. ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലത്തെ അവസ്ഥകൾ. പിന്നെ ഞാൻ ഈ ബംഗാളിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ബംഗാളിൻ്റെ പൈസ പണിക്കൂലി പെരക്കാരക്കുന്ന് മേടിച്ചുകാണ്ട് ചില കോൺട്രാക്ടർമാർ എന്താണ് ചെയ്യണത്. എല്ലാ കോൺട്രാക്ടർമാരും പറയും, നല്ല കോൺട്രാക്ടർമാർ ഒരുപാടുണ്ട്. ചില കോൺട്രാക്ടർമാർ ഓലെ പൈസ എടുത്തുകാണ്ട് റോൾ ചെയ്യുക. എന്നിട്ട് ഓർക്ക് ഈ കോഴിക്കൊക്കെ അരിട്ട് കൊടുക്കുന്ന മാതിരി ലേസിച്ച് കൊടുക്കുക. അങ്ങനെ പ്രയാസപ്പെടുന്ന ബംഗാളികളും നമ്മുടെ നാട്ടിലുണ്ട്. എന്നുവെച്ചാൽ ചില കോൺട്രാക്ടർമാരെ ഒരു ക്രൂരതയാണ്. എല്ലാ കോൺട്രാക്ടർമാരും പറയില്ല, നല്ല കോൺട്രാക്ടർമാർ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ മുതലാളിമാരുടെ ഇടയിൽ പോയി പെട്ടിട്ട് ഞാൻ കുറച്ച് നല്ല കടബാധ്യതയിലാണ് ഞാൻ. ഇനി എൻ്റെ വീടിൻ്റെ ചുമര് കാണിച്ചു തരാം. അത് ഇങ്ങനത്തെ മുതലാളിമാർ കാണാൻ വേണ്ടിയാണ്. ഇത് കണ്ടില്ലേ, ഓല വീടൊക്കെ പറഞ്ഞാൽ വലിയ കൊട്ടാരം ഓല ചുമരൊക്കെ നല്ല വീതി ഉണ്ടാവും. ഇത് എൻ്റെ വീടിൻ്റെ ചുമരാണ്. ഇത് കണ്ടില്ലേ, ഇത് 4 ഇഞ്ചിൻ്റെ കട്ടിലയാണ്, വാതിൽ കട്ടിലയാണിത്. ഇത് കണ്ടില്ലേ, ഇത് തേപ്പാനാണ്, ഇതും തേപ്പാനാണ്. കണ്ടില്ലേ. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ഓളാബിക്സാണ് എൻ്റെ വീടിൻ്റെ ചുമര്. എന്നിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ വിയർപ്പിൻ്റെ പൈസ ഒക്കെ എടുക്കണേ നിങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മരിച്ചു പോകണ്ടേ, മാസറിയല്ല. ഇത് എൻ്റെ അവസ്ഥ മാത്രമല്ല, എൻ്റെ മാതിരി കുറേ പണിക്കാരെ, എന്നുവെച്ചാൽ മലയാളി ആയാലും ബംഗാളി ആയാലും കുറേ പണിക്കാരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ബംഗാളിനെ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല. കണ്ണ് ചോരല്ലാത്ത
ചില കോൺട്രാക്ടർമാരുണ്ട്, ചില മുതലാളിമാരുണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലാവരും ഇല്ല കേട്ടോ, ചില ആൾക്കാർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇതിൽ ഞാൻ പറയാൻ കാരണം. ഈ വീഡിയോ എടുത്തുകൊണ്ട് പറയുന്നത് എൻ്റെ കുടുംബക്കാർക്ക് ഇഷ്ടമല്ല. കാരണം ഓർക്കൊരു മടി ഉണ്ടാവുമല്ലോ. പക്ഷേ എന്നാലും തന്നെ നിങ്ങൾ ജനങ്ങൾ അറിയണം.